വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പ്രൗഢ ഗംഭീരമായ ഒരു വേദിയിൽ എനിക്കും ഭാഗമാകാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. 138 വർഷം എന്ന് പറയുമ്പോൾ ഒരു മാധ്യമ മുത്തശ്ശി എന്ന് തന്നെ പറയാം. എൻ്റെ വൈഫിൻ്റെ അച്ഛമ്മയുടെ ബർത്ത്ഡേ 101ാം പിറന്നാൾ ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നീളം കൂടിയ പിറന്നാൾ അതായിരിക്കും എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ ആദരവ് നേടിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ ഓരോ വേദികളിൽ ഇങ്ങനെ അനുമോദനങ്ങളും ആദരവുകളും പുരസ്കാരങ്ങളൊക്കെ കാണുന്നത് തന്നെ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലൊരു സമ്മാനം മേടിക്കാൻ ഒരു വേദിയിൽ കയറുന്നത് ഞാൻ LKG പഠിക്കുന്ന സമയത്താണ്. അന്ന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സാണ്. കൈയടിക്കണല്ലേ, ആ ഭയങ്കര സംഭവം. അത് മേടിക്കാൻ വേണ്ടി എന്തോരം പാടുപെട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. LKG പഠിക്കുമ്പോൾ കയറി ഇറങ്ങി സ്റ്റേജിൽ കൂടി പോകാമെന്ന് പറഞ്ഞാൽ അത്രയും ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ അടുത്ത കൊല്ലം എനിക്ക് കിട്ടിയത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സോപ്പ് പൊട്ടിയായിരുന്നു. കൈയടിച്ചോളൂ. പിന്നെ അടുത്ത കൊല്ലം എനിക്കൊരു ഓറഞ്ച് കളർ പ്ലാസ്റ്റിക് മഗ് കിട്ടി. കണ്ടോ, ഇപ്പോൾ പറയാതെ തന്നെ കൈയടിക്കുന്നുണ്ട്. പിന്നെ ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ പരിപാടികളിലൊക്കെ ആയിട്ട് പങ്കെടുത്ത്, ഞാൻ പഠിച്ചത് കല്ലൂർ സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഇതേപോലെ സിസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ പഠിപ്പിക്കാനായിട്ടും മാനേജ്മെൻറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഷീൽഡുകൾ, ചെറിയ ട്രോഫികൾ, സമ്മാനങ്ങൾ, അങ്ങനെ പലതും കിട്ടി എൻ്റെ വീട്ടിലിപ്പോൾ ദൈവം സഹായിച്ച് കേരള സ്റ്റേറ്റ് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കയ്യടിച്ചോളൂ. അപ്പോൾ ഏറ്റവും ഒരു കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് എൻ്റെ താനാര എന്ന് പറയുന്നൊരു സിനിമ റിലീസായത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ ബിജു മത്തായി ചേട്ടനുമായിട്ട് ഞാൻ കണ്ണൂർ തിയേറ്റർ വിസിറ്റിന് വന്നിരുന്നു. അന്ന് ഞാൻ ദീപികയുടെ ഇവിടെ കണ്ണൂരല്ലേ ഒന്ന്, അതെ, ബ്രാഞ്ചിൽ ഞാൻ പോയിരുന്നു. അവിടെ വെച്ച് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞു നമ്മുടെ ഫംഗ്ഷന് വരണോട്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇങ്ങനൊരു വിളി ഇപ്പോഴാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ജോബിനച്ഛൻ വിളിച്ചെന്നോട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ആനിവേഴ്സറി ആണ് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അച്ഛാ വേറൊരു പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നല്ല കാര്യം, പ്രോഗ്രാമുകളൊക്കെ കിട്ടട്ടെ, അങ്ങനെയാണല്ലോ കലാകാരന്മാർക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ വേണം, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ജോബിനച്ഛൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മറ്റേ പരിപാടി ക്യാൻസലായി. അങ്ങനെയാണ് എനിക്ക് വരാൻ സാധിച്ചത്. പിന്നെ എന്തായാലും നേരത്തെ ഇവിടെ സംസാരിച്ച ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടം കടന്നു പോകുന്നത്. എനിക്കിവിടെ ഒരുപാട് കുട്ടികളെ എൻ്റെ മുമ്പിൽ കാണാം. അതുകൊണ്ട് ഞാൻ എല്ലാ വേദികളിലും പറയാറുള്ളൊരു കാര്യം ഇവിടെയും പറയാതെ പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. വേറൊന്നുമല്ല, ഇന്നത്തെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം, നമ്മുടെ സാമൂഹിക അന്തരീക്ഷം ഇത്തിരി പ്രശ്നമുള്ളതാണ്. നമ്മുടെ സിനിമാക്കാരുടെ ഇടയിലാണ് ഭയങ്കര ഡ്രഗ്സ് എന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്കൂൾ തലത്തിൽ തുടങ്ങി ഇതുണ്ടെന്നുള്ളതാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്ത് അയച്ചു കൊടുക്കേണ്ടി വരാറുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി വിരുദ്ധ സെമിനാറിലോ എന്തെങ്കിലും ഭാഗമായിട്ട് എനിക്ക് പങ്കെടുക്കേണ്ടി വരാറുണ്ട്. അതൊരു വിഷമകരമായ കാര്യമാണ്. ഇത്രയും ആക്റ്റീവായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് കൊണ്ടാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ പരിപാടികൾ നടക്കുന്നത്. എന്നെ സ്ഥിരമായിട്ട് വിളിക്കാൻ കാര്യം എന്താണെന്നറിയോ? ഞാൻ ഇതുവരെ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ആ കയ്യടി ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ലഹരിയിൽ തൊടാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ അടുത്ത ജനറേഷൻ ഒരിക്കലും അതിൻ്റെ വഴിക്ക് പോകരുത് എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ മുഖത്ത് നമ്മളെ കാരണം, നമ്മളെ ഓർത്തിട്ട് അവരുടെ അഭിമാനം കൊണ്ട് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ സാധിച്ചാൽ അപ്പം കിട്ടുന്നൊരു ലഹരിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി അതാണ്. അത് ഞാൻ അനുഭവിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനിയന്മാരും അനിയത്തിമാരും ആരും ഒരു കാരണവശാലും വേറൊരു ലഹരിയുടെ വഴിക്ക് പോകരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടെ. നിങ്ങളുടെ സ്വപ്നത്തിന് നിങ്ങൾ പുറകെ ചേസ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിതം എന്താ പറയുക, ഉദ്ദേശിക്കുന്ന തരത്തിൽ അത്രയും ഉയരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മുടെ എല്ലാവരുടെയും അടുത്ത ജനറേഷൻ്റെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ സാംസ്കാരിക വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ദീപിക. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആവട്ടെ. ഇനി വരുന്ന ജനറേഷൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയൊക്കെ ദീപം തെളിക്കാൻ ദീപിക എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എന്നോട് അച്ഛൻ ചോദിച്ചു എന്തെങ്കിലും മിമിക്രി വല്ലതും ചെയ്യുമോ എന്ന് ചോദിച്ചു. മിമിക്രി ചെയ്തിട്ട് കുറേ നാളായി.
എന്നാലും പറഞ്ഞതുകൊണ്ട് ഞാനൊരു രണ്ടുപേരുടെ ശബ്ദം തന്നെ ഇരിക്കട്ടെ. അജു വർഗീസിൻ്റെ കാര്യം പച്ചൻ പറഞ്ഞു, അതുകൊണ്ട് അജുച്ചേൻ്റെ ശബ്ദം തന്നെ ആദ്യം ഒന്ന് അനുകരിക്കാം. എൻ്റെ പൊന്നു മാമച്ചനോട് ഞാനൊരു 100-110 തവണ പറഞ്ഞത്, അല്ലേലും ഈ പ്രായത്തിന് മാമച്ചനൊരു നേഴ്സിനെ കെട്ടുന്നതാണ് നല്ലത്. കയ്യടിക്കൂ. ഒരാളുടെയും കൂടി ശബ്ദം ഇരിക്കാം കേട്ടോ. കോട്ടയം പ്രദീപിനെ എല്ലാവർക്കും അറിയാലോ. അതായത് ഞാൻ എഴുതിയ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. കോട്ടയം പ്രദീപൻ്റെ ശബ്ദം ഒന്ന് കഴിക്കാം. നിങ്ങൾക്ക് പട്ടായയിൽ തന്നെ ടൂർ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടെ ഊട്ടിയുണ്ട്, മൂന്നാറുണ്ട്, ലുലുമാളുണ്ട്. എന്നായാലും ദീപികയുടെ ആനിവേഴ്സറിക്ക് ഇടുക്കി, തേമിർത്തു, കാലക്കി. താങ്ക് യു. ഞാനും എൻ്റെ സുഹൃത്ത് ബിബിൻ ജോർജും എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് വെടിക്കെട്ട്. അതിലുള്ളൊരു പാട്ടിൻ്റെ ഒരു 4 വരിയും കൂടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പാടിയിട്ട് ഞാൻ പോവുകയാണ്. പറട്ടെ. കാവിൽ വിളക്ക് തെളിച്ചവള്, കാത്തിരിക്കാന്ന് പറഞ്ഞവള്, കണ്ണോടു കണ്ണായിരുന്നവള്, മണ്ണോട് മണ്ണായി മറഞ്ഞവള്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കൈയടിച്ചോളൂ, നിർത്തി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാനത് ഇറങ്ങിക്കോട്ടെ, എനിക്ക് കോഴിക്കോട് എത്തേണ്ട ഒരു ആവശ്യമുണ്ട്. 9 മണിക്ക് എത്താമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇനിയിപ്പോൾ എങ്ങനെ പോയാലും 12 മണിയാവും തോന്നുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു.